ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 സുവോളജിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു അതിപ്രധാനമായൊരു ഫീൽഡിലാണ് തിരഞ്ഞെടുക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബയോളജി. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ബയോളജിയിൽ 2 ഭാഗങ്ങളായിട്ടുള്ളത് സുവോളജി ആൻഡ് ബോട്ടണി. അതിൽ നമ്മൾ സുവോളജിയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ്. 11 ചാപ്റ്റേഴ്സാണ് സുവോളജിയിലുള്ളത്. അതിലാദ്യത്തെ ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്, ജീവലോകം എന്ന് പറയും. കംപ്ലീറ്റ്ലി എന്താണ് ലിവിങ് വേൾഡ് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് നമ്മൾ ലിവിങ് അല്ലെങ്കിൽ ജീവനുള്ളവ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ലൈഫ്. നമ്മളൊരു ജീവിക്ക് അല്ലെങ്കിൽ ഒന്നിന് ജീവനുണ്ട് അല്ലെങ്കിൽ ജീവനില്ല എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഈസ് ലൈഫ്, ദ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് +1 സുവോളജി. നമുക്ക് +1 സുവോളജിയിൽ ആദ്യമായിട്ടുള്ള ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ലൈഫ് ഈസ് എ യുണീക്ക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് എക്സ്പ്രസിങ് ത്രൂ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ലീഡ് ടു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റെസ്പോൺസീവ്നെസ്, അഡാപ്റ്റേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അതായത് എല്ലാറ്റിനും ഉള്ളൊരു കഴിവല്ല ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് ഉള്ളത് ആർക്ക് മാത്രമാണ്? എങ്ങനെയുള്ള കണ്ടീഷനാണ് പറയുന്നത്? ഇറ്റ്സ് എ യുണീക്ക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ്. അതായത് ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അതിനകത്ത് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ആൻഡ് വിച്ച് ലീഡ്സ് ടു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റെസ്പോൺസീവ്നെസ്, അഡാപ്റ്റേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന, ഒരുപാട് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് ഉള്ള റിയാക്ഷൻ നടക്കുന്ന ഒരു പ്ലേസ്, അത് ആ മൊത്തം സിസ്റ്റത്തിൻ്റെ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റെസ്പോൺസീവ്നെസ്, അഡാപ്റ്റേഷൻ, റീപ്രൊഡക്ഷൻ എന്നിവയൊക്കെ കാരണമാകും. ഇതാണ് ലൈഫിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ കൃത്യമായിരുന്നു പഠിക്കണം. ലൈഫ് ഈസ് എ യുണീക്ക് കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഓഫ് മോളിക്യൂൾസ് എക്സ്പ്രസിങ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലീഡ് ടു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റെസ്പോൺസീവ്നെസ്, അഡാപ്റ്റേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്, നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് മോളിക്യൂൾസിൻ്റെ കോംപ്ലക്സ് ഓർഗനൈസേഷൻ ഉണ്ട്. ബോഡിക്കകത്ത് ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്രോ ചെയ്യുന്നു. നമ്മുടെ ബോഡിക്കകത്ത് ഗ്രോത്ത് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഉണ്ട്, റെസ്പോൺസീവ്നെസ് ഉണ്ട്, അഡാപ്റ്റേഷൻ ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ലിവിങ് ഓർഗാനിസം, ലൈഫ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ലിവിങ് ഓർഗാനിസം? എ ലിവിങ് ഓർഗാനിസം ഈസ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിങ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇൻ്ററാക്റ്റീവ് സിസ്റ്റം capable of responding to external stimuli. നമുക്കൊരു ജീവി or living organism, what is a living organism? It's a self-replicating, means അവയ്ക്ക് സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവോൾവിങ് മീൻസ് ഇവല്യൂഷനാണ്, ചേഞ്ച് ഉണ്ടാവാറുണ്ട്. ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇൻ്ററാക്റ്റീവ് സിസ്റ്റം, അതായത് സ്വന്തം കാര്യം നോക്കാൻ കഴിയുന്നവ, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്ററാക്റ്റീവ് സിസ്റ്റമാണ് എന്ത്? ലിവിങ് ഓർഗാനിസം. അതേപോലെ അവർക്ക് എന്ത് കഴിവുണ്ട്? റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അത് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ മീൻസ് പുറമേ നിന്നുള്ള സ്റ്റിമുലസുകളോട് പ്രതികരിക്കാനും പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ഒരു കാറിനകത്ത് സെൽഫ് നമുക്ക് എന്ത് പറയാൻ പറ്റും? കംപ്ലീറ്റ് അത് മൂവ് ആക്കാൻ പറ്റും. പക്ഷേ ഈ ടെമ്പറേച്ചറിനോടോ വാട്ടറിനോടോ അല്ലെങ്കിൽ സോയിലിനോടൊന്നും റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവ് അതിനില്ല. പക്ഷേ ഹ്യൂമൻ ബീയിങ് ആണെങ്കിലോ, നമ്മുടെ സിസ്റ്റം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ബോഡിക്കകത്ത് സ്വെറ്റിംഗ് ഉണ്ടാവും, ടെമ്പറേച്ചർ കുറയുമ്പോൾ ഷിവറിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് നമ്മൾ പറഞ്ഞതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസുമായിട്ട് എന്ത് വേണം? ഒരു റെസ്പോൺസ് കൂടി വേണം. അല്ലാതെ നമുക്കിപ്പോൾ മറ്റു തിങ്സിനെയും നമുക്ക് ലിവിങ് എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇപ്പോൾ ജീവനുള്ളവ എന്ന് പറയുന്ന ഈ കാര്യമാണ്, സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് ഇവല്യൂഷൻ നടത്തിയിട്ട് സെൽഫ് റെഗുലേറ്റിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റിമുലയുമായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടിയുള്ളവയാണ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം. നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് ലിവിങ് ഓർഗാനിസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ലിവിങ് ഓർഗാനിസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയുള്ളത്? നമ്മളിപ്പോൾ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ് ലിവിങ് എന്ന് പറഞ്ഞു. ഒരു നോൺ ലിവിങ്ങിന് എക്സാമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
ഇപ്പോൾ ഹ്യൂമൻ ബീയിങ് ലിവിങ് ആണ്, മനുഷ്യൻ ലിവിങ് ആണ്. ദെൻ ഒരു സ്റ്റോൺ, ഒരു കല്ല് നോൺ ലിവിങ് ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിവിങ് ഓർഗാനിസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ലിവിങ് ഓർഗാനിസിൻ്റെ പ്രോപ്പർട്ടീസ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. എന്താണ് ഗ്രോത്ത്? അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്തൊക്കെയാണ്? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ, കോൺഷ്യസ്നെസ്. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ഗ്രോത്ത്? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽസ് ബൈ സെൽ ഡിവിഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ 8th or 9th മൈറ്റോസിസ് ആൻഡ് മിയോസിസ്, അല്ലെങ്കിൽ ക്രമഭംഗം, ഊനഭംഗം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഗ്രോത്ത്? മീനിങ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദി ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽസ്. വാട്ട് ഈസ് സെൽ? യു നോ, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സോ സെൽസിൻ്റെ നമ്പർ കൂടുക, മാസ് കൂടുക. ഓക്കെ, ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽ, അതാണ് ഗ്രോത്ത്. അല്ല, ഇൻക്രീസ് ഇൻ സൈസാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ട്, അല്ലെ, ഹ്യൂമൻ ബീങ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്, നമ്മൾ ഗ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക? ഇൻക്രീസ് ഇൻ സൈസ് എന്ന് നമുക്ക് പറയാം. ഇൻക്രീസ് ഇൻ സൈസാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുമ്പോൾ ഡെഫിനിഷൻ, ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ അത്രയേ ഉള്ളൂ. വാട്ട് ഈസ് നമ്മൾ ഇൻക്രീസ് ഇൻ സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽസ് ബൈ സെൽ ഡിവിഷൻ. ഇപ്പോൾ എക്സാമ്പിൾ ആ ഡയഗ്രം നോക്കുക. ഒരു സിംഗിൾ സെൽ എന്തായിട്ട് മാറി? ആദ്യം ന്യൂക്ലിയസ് 2ആയി, അവസാനം 2 സെൽസായിട്ട് മാറി. ഫസ്റ്റ് ഡയഗ്രത്തിൽ ഒരു സിംഗിൾ സെല്ലാണ്. ഓക്കെ, ഇപ്പോൾ ഇതൊരു സിംഗിൾ സെല്ലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ സിംഗിൾ സെല്ല് ഇറ്റ് സ്റ്റാർട്ട്സ് ടു ഡിവൈഡ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറി? 2 സെൽസ്. അപ്പോൾ എ സിംഗിൾ സെൽ ഈസ് കൺവേർട്ട് ഇൻ ടു 2 സെൽസ്. നമ്പർ കൂടി, അതേപോലെ അതിൻ്റെ മാസും കൂടി. ഒരു സെൽ 2ആയിട്ട് മാറുമ്പോൾ വെയിറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് സെല്ല് 1 gram ആണെങ്കിൽ 2 കൂടുമ്പോൾ 2 gram ആയി. അപ്പോൾ ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽ. സോ ഇറ്റ് ഈസ് എ ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽ ബൈ സെൽ ഡിവിഷൻ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡിഫറെൻറ്റ് ലിവിങ് ഓർഗാനിസിലെ ഗ്രോത്ത് നമുക്ക് നോക്കാം. ഇൻ പ്ലാന്റ്സ് ഗ്രോത്ത് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. പ്ലാന്റ്സിലാണെങ്കിലോ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ഗ്രോത്ത് ഉണ്ടാവും. കാരണം ഒരു പർട്ടിക്കുലർ പീരീഡിൽ സ്റ്റോപ്പ് ചെയ്യില്ല അത്. ബട്ട് ഇൻ അനിമൽസ് ഗ്രോത്ത് ഈസ് ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. ഹവർ സെൽ ഡിവിഷൻ ഒക്കേഴ്സ് ടു റീപ്ലേസ് ലോസ്റ്റ് സെൽ. ഇപ്പോൾ എക്സാമ്പിൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സൈസ് ഗ്രോത്ത് അൺലിമിറ്റഡ് ആണോ? മീൻസ് ഇപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 15-16 ഇയേഴ്സായി, നിങ്ങളുടെ സൈസ് ഒരു 1.5 മീറ്റർ ആണെന്ന് ഒരു ഏകദേശം കണക്ക്. യുവർ ഹൈറ്റ് ഈസ് അബൌട്ട് 150 സെൻറ്റിമീറ്റർ, 150 or 160 ഉണ്ടാവാം. ഓക്കെ, ആവറേജ് നമ്മൾ എടുക്കുകയാണ് 150 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് 1.5 മീറ്റർ. നൗ യു ആർ 16. സോ അറ്റ് ദ ഏജ് ഓഫ് 32, നിങ്ങളുടെ വയസ്സ് 32 വയസ്സാകുമ്പോൾ നിങ്ങളുടെ സൈസ് എത്ര ആയിരിക്കും? 3 meters ആയിരിക്കുമോ? അതായത് 300 സെൻറ്റിമീറ്റർ ഉണ്ടാവുമോ? ഇപ്പോഴത്തെ തന്നെ ഡബിൾ? ഇല്ലല്ലോ, ഇല്ല. കാരണം നിങ്ങൾ 10th കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഹോർമോൺസ് പഠിക്കുമ്പോൾ സൊമാറ്റോട്രോപ്പിൻ എന്ന ഹോർമോൺസ് ഗ്രോത്ത് ഹോർമോൺ, അതിന് ഓപ്പോസിറ്റായിട്ട് സൊമാറ്റോസ്റ്റാറ്റിൻ എന്നൊരു ഹോർമോൺ കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ കൂടി ഉണ്ട്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്ത് ഗ്രോത്ത് ഈസ് ഓൺലി അപ് ടു എ സർട്ടൻ ഏജ്. ഒരു 20 വയസ്സ് വരെ മാത്രമേ നമ്മൾ ഗ്രോ ചെയ്യുള്ളൂ. പിന്നെ ഡെവലപ്മെൻറ്റ് ഉണ്ട്, സെൽ ഡിവിഷൻ ഉണ്ട്, ലോസ്റ്റ് സെൽസിനൊക്കെ റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ബട്ട് നമ്മളെന്ത് പറഞ്ഞു? the growth is limited. So in animals the growth is limited. In plants the growth is unlimited. Unlimited means growth throughout their lifespan. വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അനിമൽസിൻ്റെ കേസിൽ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കില്ല, ഒരു പരിധി വരെ ആകുമ്പോൾ നിൽക്കും എന്നാണ് പറയുന്നത്. ഏത് ഓർഗാനിസം ആയിക്കോട്ടെ ഒരു ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമുക്ക് അറിയാവുന്നൊരു ജീവി, ഒരു ബേർഡ്, ഇപ്പോൾ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ബേർഡ്സ്, ചിക്കൻ അല്ല, എഗ്ഗ് ഹാച്ച് ചെയ്തു, ഒരു കോഴിക്കുഞ്ഞുണ്ടായി, ആ കോഴിക്കുഞ്ഞ് വളർന്ന് മാക്സിമം എത്തി. ഇപ്പോൾ അവസാനം കൊടുത്ത ബേർഡിനേക്കാളും വലിയ കോഴി ഉണ്ടാവില്ല സൈസിൽ. അത് ഡെവലപ്പ് ചെയ്യും, പക്ഷേ ഒരിക്കലും സൈസ് കൂടില്ല. അപ്പോൾ ആ കണ്ടീഷനാണ് അനിമൽസിൻ്റെ കേസിൽ. ബട്ട് പ്ലാന്റ്സ് ആണെങ്കിൽ വളർന്നുകൊണ്ടേയിരിക്കും.
ബേസിക്കലി ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് സൈസ്. നമ്മൾ പറഞ്ഞു നേരത്തെ വാട്ട് ഈസ് ഗ്രോത്ത്? ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് മാസ് ഓഫ് സെൽ, നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽ നമ്മൾ പറഞ്ഞു. സൈസ് കൂടുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറഞ്ഞത്. അല്ല, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ സെൽസ്, ഹ്യൂമൻ ബീയിങ് ഇങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് വളർന്നത്? നമ്മളൊക്കെ വി സ്റ്റാർട്ട് അവർ ലൈഫ് ആസ് എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്. നമ്മളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് ഒരു സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ബർത്ത് ടൈം നിങ്ങളുടെയൊക്കെ ആ ബർത്ത് ടൈം ഉണ്ടല്ലോ, എത്രത്തോളം ചെറുതായിരുന്നു നിങ്ങളുടെ സൈസ്, ഇപ്പോൾ നിങ്ങൾ എത്ര വലുതായി? എന്താ കാര്യം? ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് സൈസ്. സെൽസ് നമ്പർ കൂടി, മാസ് കൂടി, സൈസ് കൂടി. ദസ് നോൺ ലിവിങ് ഒബ്ജക്റ്റ് ഓൾസോ ഗ്രോ. ഇപ്പോൾ എക്സാമ്പിൾ ഒരു പാറ, ഒരു മൗണ്ടെയിൻ, അതും ഗ്രോ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? സർഫേസ് അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ നമ്മളൊരു പാറയിൽ ഈ മഴക്കാലത്ത് ചെളി മണ്ണൊക്കെ കൂടി ആ റോക്കിൻ്റെ സർഫേസ് വലുതാവും. നമ്മൾക്കറിയാവുന്ന ഒരു സ്ഥലത്ത് കുറച്ച് പാറ, മണ്ണ്, കല്ലൊക്കെ ഉണ്ട്. മഴ പെയ്യുമ്പോൾ ചെളിയൊക്കെ വന്നിട്ട് കൂടിയിട്ട് ആ പാറയുടെ സൈസ് കൂടുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് സൈസ്. സോ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നോൺ ലിവിങ് തിങ്സ് ക്യാൻ ഓൾസോ ഗ്രോ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്ന നമ്മൾ ഇതുവരെ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു മൗണ്ടെയിൻ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ, അത് ഗ്രോ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, നമ്മളൊരു സ്റ്റോൺ എവിടെയും കൊണ്ടുവന്ന് വെച്ചോ, നമ്മളതൊന്നും ചെയ്യുന്നില്ല, ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഓർ അൺഅഫക്റ്റഡ്. ബട്ട് ഡ്യൂ ടു ക്ലൈമറ്റിക് ചേഞ്ച് ഓർ റെയിൻ, ഹെവി റെയിൻ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഓവർഫ്ലോ അല്ലെങ്കിൽ സർഫേസ് റൺ ഓഫ് വാട്ടർ, മഡ്, ഡേർട്ട്, ആൻഡ് ദ സ്റ്റോൺ ഈസ് കവേർഡ് വിത്ത് ഡേർട്ട് ആൻഡ് മഡ് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് സൈസ് ഗ്രാജുവലി. ഒരു 4 or 5 years കഴിയുമ്പോൾ സ്റ്റോണിൻ്റെ സൈസ് കുറച്ചും കൂടി കൂടും. ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് സൈസ് ആൻഡ് മാസ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഗ്രോത്ത് എന്ന് പറയുന്നത് ലിവിങ് ഓർഗാനിസം മാത്രം പ്രോപ്പർട്ടി അല്ല. നോൺ ലിവിങ് ഓർഗാനിസം ഓൾസോ നോൺ ലിവിങ് തിങ്സ് ഓർ നോൺ ലിവിങ് ഒബ്ജക്റ്റ്, നോൺ ലിവിങ് ഓർഗാനിസം എന്ന് പറയില്ല. ഓക്കെ, ദ നോൺ ലിവിങ് ഒബ്ജക്റ്റ് ക്യാൻ ഓൾസോ ഗ്രോ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലിവിങ് ഓർഗാനിസിന് മാത്രം പ്രോപ്പർട്ടി അല്ല ഗ്രോത്ത് എന്ന് പറയുന്നത്. നോൺ ലിവിങ് തിങ്സ് ക്യാൻ ഓൾസോ ഗ്രോ എന്നാണ് പറഞ്ഞത്. ഇൻ ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ വേണ്ട. ലിവിങ് ഓർഗാനിസം ആണെങ്കിൽ ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ്. നമ്മുടെയൊക്കെ ഗ്രോത്ത് ഫ്രം ഇൻസൈഡ്, ഔട്ട്സൈഡ് അല്ല, അകത്ത് സെൽ ഡിവിഷൻ വഴി. ഇനി ഒരു സ്റ്റോണിൻ്റെ കേസ് നമുക്ക് എന്ത് പറയാം? സ്റ്റോണിൻ്റെ ഗ്രോത്ത് ഫ്രം ഔട്ട്സൈഡ് ആണ്. സോ നമുക്ക് പറയാം ഗ്രോത്ത് ഈസ് ദ ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് മാസ് ഓഫ് സെൽ എന്ന് പറഞ്ഞു നമ്മൾ. ലിവിങ് ഓർഗാനിസം, ഇൻ ലിവിങ് ഓർഗാനിസം ഗ്രോത്ത് ഈസ് ഫ്രം ഇൻസൈഡ് ആൻഡ് ഇൻ നോൺ ലിവിങ് തിങ് ഗ്രോത്ത് ഈസ് ഫ്രം ഔട്ട്സൈഡ് എന്നാണ് പറയുന്നത്. അത്രയുമാണ് നമ്മൾ ഗ്രോത്തിനെ പറ്റി പഠിക്കുന്നത്. ഇൻ സെക്കൻഡ് കേസ് റീപ്രൊഡക്ഷൻ. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? It is a production of progeny having features similar to those of parents. It's a production of progeny having features similar to those of parents. എന്താ അർത്ഥം? ലിവിങ് ഓർഗാനിസത്തിൻ്റെ എബിലിറ്റിയാണ്. ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ദർ പ്രോജനി. പ്രോജനി മീൻസ് ഓഫ്സ്പ്രിങ് ആണ്, കുട്ടികൾ എന്നർത്ഥം. സോ ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി ഹാവിങ് ഫീച്ചേഴ്സ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. പാരൻസിന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റീപ്രൊഡക്ഷൻ. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റീപ്രൊഡക്ഷൻ? ഇറ്റ്സ് എ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി ഹാവിങ് ഫീച്ചേഴ്സ് സിമിലർ ടു ദോസ് ഓഫ് പാരൻസ്. ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് അസെക്ഷുവലി ആൻഡ് സെക്ഷുവലി. ഇപ്പോൾ എന്താണ് പറഞ്ഞത്? റീപ്രൊഡക്ഷൻ മീൻസ് അതിൻ്റേതായിട്ടുള്ള അതേ ക്യാരക്ടേഴ്സുള്ള ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ്. ലിവിങ് ഓർഗാനിസംസ് 2 തരത്തിലാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒന്ന് അസെക്ഷുവലി, മറ്റൊന്ന് സെക്ഷുവലി. അല്ല, 2 തരം റീപ്രൊഡക്ഷൻ ഉണ്ട്. റീപ്രൊഡക്ഷൻ ഈസ് ഓഫ് 2 ടൈപ്പ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുൽപാദനവും എന്ന് പഠിച്ചിട്ടുണ്ടാവും. നോക്കാം നമുക്ക് റീപ്രൊഡക്ഷൻ്റെ കേസിൽ. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഡയഗ്രാം
എന്താണ് യൂണിസെല്ലുലർ ഓർഗാനിസം, ബാക്ടീരിയ പോലുള്ള സെൽസിൻ്റെ കേസാണ്. ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ സെയിം ബിക്കോസ് ദേ റീപ്രൊഡ്യൂസ് ബൈ സെൽ ഡിവിഷൻ. ഇപ്പോൾ ഡയഗ്രത്തിൽ നോക്കുക, ഒരു സെല്ലുണ്ടായിരുന്നു, രണ്ടായിട്ട് മാറുന്നു. ഓക്കെ, ഒരു സെല്ല് രണ്ടായിട്ട് മാറുന്നു. ദാറ്റ് മീൻസ് സെൽ ഡിവിഷൻ. എ സെൽ ഡിവൈഡ്സ് ഇൻറ്റു 2 ന്യൂ സെൽസ് മീൻസ് സെൽ ഡിവിഷൻ. എ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് നമുക്ക് എന്ത് പറയാം? സിംഗിൾ സെൽഡ് ഓർഗാനിസം ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 2 ന്യൂ ഓർഗാനിസം. സോ ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷൻ. സോ ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ സെയിം. അപ്പോൾ നമ്മൾ യൂണിസെല്ലുലർ, ഇപ്പോൾ എക്സാമ്പിൾ യൂണിസെല്ലുലർ ഓർഗാനിസം ഈസ് അമീബ, ഈസ്റ്റ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. ഇവിടെ കേസിലൊക്കെ എങ്ങനെയാണ്? ഇവിടെ കേസിലൊക്കെ ഗ്രോത്ത് എന്ന് പറഞ്ഞാലും റീപ്രൊഡക്ഷൻ സെയിം ആണ്. കാരണം സെൽ ഡിവിഷൻ. എ സിംഗിൾ സെൽ ഡെവലപ്സ് ഇൻറ്റു 2 ന്യൂ സെൽസ്, ദാറ്റ് മീൻസ് റീപ്രൊഡക്ഷൻ. അതേപോലെ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് ഗ്രോത്ത് കൂടിയാണ്. സോ ഇൻ യൂണിസെല്ലുലർ ഓർഗാനിസം ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ ആർ സെയിം ബിക്കോസ് ദേ റീപ്രൊഡ്യൂസ് ബൈ സെൽ ഡിവിഷൻ. ഇനി ഗ്രോത്തുമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് പറഞ്ഞത്. മെനി ഓർഗാനിസം ഡു നോട്ട് റീപ്രൊഡ്യൂസിങ്. എല്ലാ ലിവിങ് ഓർഗാനിസും ഇപ്പോൾ നമുക്കറിയാം ലിവിങ് ഓർഗാനിസിനാണ് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള പവർ ഉള്ളത്. നേരത്തെ ഗ്രോത്ത് പറഞ്ഞ പോലെ നോൺ ലിവിങ് ഓർഗാനിസിൻ്റെ ഗ്രോത്ത് ഔട്ട്സൈഡിൽ നിന്നാണ്, ലിവിങ് ഓർഗാനിസിൻ്റെ ഗ്രോത്ത് ഇൻസൈഡ്. ഇവിടെ ലിവിങ് ഓർഗാനിസിന് മാത്രമേ എന്ത് പറ്റുള്ളൂ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു സ്റ്റോൺ ഒരു സ്ഥലത്ത് വെച്ചാൽ കുറേ കഴിയുമ്പോൾ സ്റ്റോൺ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് വേറെ സ്റ്റോൺ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ ഓസ്പ്രിങ് അല്ലല്ലോ ചെയർ, ബെഞ്ചും ഡെസ്കും ഓസ്പ്രിങ്സ് ഒന്നും അല്ലല്ലോ. അതായത് നോൺ ലിവിങ് തിങ്സ് അത് റീപ്രൊഡ്യൂസ് ചെയ്യില്ല. നേരെ മറിച്ച് ലിവിങ് ഓർഗാനിസംസ് ദേ ക്യാൻ റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ ലിവിങ് ഓർഗാനിസും റീപ്രൊഡ്യൂസ് ചെയ്യില്ല. മെനി ഓർഗാനിസംസ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. അതൊക്കെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ലാത്ത ഓർഗാനിസംസ്. എക്സാമ്പിൾ നമ്മുടെ സ്ലൈഡിൽ കാണുന്നുണ്ട്. അതൊക്കെയാണ് മ്യൂൾ ആൻഡ് വർക്കർ ഹണീബി. എന്താണ് ഇത് രണ്ടും? വാട്ട് ഈസ് എ മ്യൂൾ? മ്യൂൾ മീൻസ് മലയാളത്തിൽ കോവർ കഴുത എന്ന് പറയും, ഇംഗ്ലീഷിൽ അതിൻ്റെ പേര് മ്യൂൾ എന്നാണ്. ഇറ്റ് ഈസ് ദ ഓസ്പ്രിങ് ഓഫ് മെയിൽ ഡോങ്കി ആൻഡ് ഫീമെയിൽ ഹോഴ്സ്. ആ കാണുന്ന ഡയഗ്രത്തിൽ കാണുന്ന ഡോങ്കി ആണോ ഹോഴ്സ് ആണോ? അതിന് രണ്ടിൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, കാരണം മെയിൽ ഡോങ്കി ഫീമെയിൽ ഹോഴ്സുമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓസ്പ്രിങ് ആണ് മ്യൂൾ എന്ന് പറയുന്നത്. മ്യൂൾ എന്ന് പറയുന്ന കോവർ കഴുതക്ക് റീപ്രൊഡ്യൂസിങ് പവർ ഇല്ല, ബട്ട് ഇറ്റ്സ് എ ലിവിങ് ഓർഗാനിസം. സെക്കൻഡ് എക്സാമ്പിൾ വർക്കർ ഹണീബി. എന്താണ് വർക്കർ ഹണീബി? ഹണീബിയിൽ 3 തരം ഓസ്പ്രിങ്സ് ഉണ്ട്. അതൊക്കെയാണ് ഹണീബി 3 ടൈപ്പ്. അതൊക്കെയാണ് ക്യൂൻ, വർക്കർ ആൻഡ് ഡ്രോൺസ്. 3 തരമുണ്ട്. മെയിലാണ് ഡ്രോൺ, ക്യൂന് വർക്കറുണ്ട്. വർക്കർ ഹണീബിക്ക് റീപ്രൊഡ്യൂസിങ് പവർ ഇല്ല. ഓക്കെ, അതേപോലെ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ മീൻസ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ബട്ട് കുട്ടികളില്ല. എന്താണ് കാരണം? ഏതെങ്കിലും രീതിയിലുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടോ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടോ ആയിരിക്കാം. കുട്ടികളില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് ലൈഫല്ല, ലിവിങ് ഓർഗാനിസം അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ടീഷൻ. സോ മെനി ഓർഗാനിസം ഡു നോട്ട് റീപ്രൊഡ്യൂസ്. മ്യൂൾ, വർക്കർ ബി, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിളൊക്കെ എന്താണ്? റീപ്രൊഡ്യൂസിങ് പവർ ഇല്ല, ബട്ട് ദേ ആർ ലിവിങ് ഓർഗാനിസം. ഹെൻസ് റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾ ലിവിങ് ഓർഗാനിസംസ് ക്യാൻ റീപ്രൊഡ്യൂസ് എക്സെപ്റ്റ് മ്യൂൾ, വർക്കർ, ഹണീബി ആൻഡ് ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. ഒരു പോയിന്റ് ഞാൻ പറയാം. നമ്മൾ ബയോളജിയെ പറ്റി പഠിക്കുമ്പോൾ ഓക്കെ, ഇറ്റ് ഈസ് ദ സയൻസ് ഓഫ് എക്സെപ്ഷൻ. എല്ലാ കേസിലും നമ്മൾ പഠിക്കുമ്പോൾ ഒരു എക്സെപ്ഷൻ വരും. അപ്പോൾ പറഞ്ഞു ഓൾ ലിവിങ് ഓർഗാനിസം ക്യാൻ റീപ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു, എക്സെപ്റ്റ് മ്യൂൾ, വർക്കർ ബി ആൻഡ് ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ. അപ്പോൾ എന്ത് കേസ് പഠിക്കുമ്പോൾ നമ്മൾ ചില എക്സെപ്ഷൻസ് അതിൽ പഠിക്കും.
അങ്ങനെ ചില വ്യത്യാസങ്ങൾ കൊണ്ട് ബയോളജി ശ്രദ്ധേയമാണ്. സോ നമുക്ക് പറയാം റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി. ലിവിങ് ഓർഗാനിസിൻ്റെ മാത്രം കഴിവാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ലിവിങ് ഓർഗാനിസിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തവ ഉണ്ട്. അതുകൊണ്ടാണ് ആ പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാം, റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. വൈ? എന്ത് എഴുതണം? ബിക്കോസ് മെനി ഓർഗാനിസംസ് ഡു നോട്ട് റീപ്രൊഡ്യൂസ്. എക്സാമ്പിൾ മ്യൂൾ, വർക്കർ ബി, ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾ എക്സെട്ര. ഹെൻസ് റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ പെർഫെക്റ്റ് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. ഇനി തേർഡ് കേസ് എടുക്കുകയാണ് നമ്മൾ. എന്താണ് തേർഡ് പ്രോപ്പർട്ടി? മെറ്റബോളിസം. It is the sum total of all biochemical reactions taking place inside a living system. It's a sum total of all biochemical reactions taking place inside a living system. എന്താ സംഭവം? നമ്മുടെ ബോഡിക്കകത്ത് ലിവിങ് ഓർഗാൻസ് നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്ങിനെ കമ്പയർ ചെയ്യുക, നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കാറില്ലേ? ഉണ്ടാവും. So it's a sum total of all biochemical reaction taking place inside a living system. ഒരു ലിവിങ് ഓർഗാനിസിൻ്റെ ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ആകെ തുകയാണ് നമ്മൾ മെറ്റബോളിസം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൾ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ഓർഗാനിസം ഈസ് റെഫേർഡ് ടു ആസ് മെറ്റബോളിസം. നമ്മുടെ ബോഡിക്കകത്ത് പലതരത്തിലുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്, എല്ലാം കൂടി വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം. ഗ്രോത്ത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ലിവിങ് ഓർഗാനിസിൻ്റെ ഗ്രോത്ത് ഇൻസൈഡാണ്, നോൺ ലിവിങ്ങിൻ്റെ ഔട്ട്സൈഡ് ഗ്രോത്ത് ഉണ്ട്. റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ലിവിങ് ഓർഗാനിസംസ് എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ മെറ്റബോളിസം പറയുകയാണെങ്കിലോ ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം. ഓക്കെ, ഇറ്റ്സ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസംസ്. Metabolic reactions can be demonstrated outside the body in സെൽ ഫ്രീ സിസ്റ്റം. മെറ്റബോളിക് റിയാക്ഷൻ എവിടെയാണ്? ബോഡിക്ക് പുറത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐസോലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ആർ ലിവിങ് റിയാക്ഷൻസ്. എന്താണ് ഇപ്പോൾ ഇൻ വിട്രോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ശ്രദ്ധിക്കുക. നമ്മളൊരു പേര് ഡയഗ്രത്തിൽ പറയുന്നുണ്ട്, അതാണ് ഇൻ വിട്രോ എന്നാണ് പറയുന്നത്. എന്താണ് ഇൻ വിട്രോ? ഇൻ വിട്രോ മീൻസ് രണ്ട് തരം പേരുകളുണ്ട്. ഒന്ന് ഇൻ വൈവോ, മറ്റൊന്ന് ഇൻ വിട്രോ. എന്താണ് ഇൻ വിവോ? ഇൻ വിവോ മീൻസ് ഇൻസൈഡ് ദ ബോഡി, ഇൻ വിട്രോ മീൻസ് ഔട്ട്സൈഡ് ദ ബോഡി. നിങ്ങൾ ചിലപ്പോൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ടെസ്റ്റ് ട്യൂബ് ബേബി, ടെസ്റ്റ് ട്യൂബ് ബേബി, റീപ്രൊഡ്യൂസിങ് പവർ ഇല്ലാത്തവർ കേസിൽ ടെസ്റ്റ് ട്യൂബ് ബേബി അത് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മെറ്റബോളിക് റിയാക്ഷൻ ബോഡിക്കകത്താണ് ശരിക്കും നടക്കുന്നത്, ബട്ട് ബോഡിക്ക് പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ കെമിക്കൽ ചെയ്യാൻ പറ്റും. ഡയഗ്രം കണ്ടാൽ അറിയാം, എന്താണ് ലാബിനകത്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നോർമൽ ബോഡിക്കകത്ത് നടക്കുന്ന റിയാക്ഷൻസിനെ ഇൻ വിവോ എന്നും ബോഡിക്ക് പുറത്താണെങ്കിൽ ഇൻ വിട്രോ എന്നും പറയാറുണ്ട്. ഐസോലേറ്റഡ് മെറ്റബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ആർ ലിവിങ് റിയാക്ഷൻ. ലിവിങ് തിങ്സ് അല്ല, ബട്ട് ലിവിങ് റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയും ചെയ്യാറുണ്ട് മെറ്റബോളിസം. പിന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാം ഞാൻ. മെറ്റബോളിസം ഈസ് 2 ടൈപ്സ്. മെറ്റബോളിസം അതൊക്കെയാണ് 2 ടൈപ്സ്. നോക്കേ, മെറ്റബോളിസം 2 തരത്തിലുള്ള പ്രോസസ്സ് ഉണ്ട്. എങ്ങനെ? കാറ്റബോളിക് പാത്വേ ആൻഡ് ആനബോളിക് പാത്വേ. കണ്ടില്ലേ ഡയഗ്രത്തിൽ? വാട്ട് ഈസ് കാറ്റബോളിക് പാത്വേ ആൻഡ് ആനബോളിക് പാത്വേ? നോക്കിയേ, കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ്. ഡയഗ്രം നോക്കുക, ലെഫ്റ്റ് സൈഡിൽ ഫുഡ് മെറ്റീരിയൽ ഏതൊക്കെയാണ്? ഗ്രീൻ, റെഡ് ആൻഡ് ഓറഞ്ച്, ABC. ദി കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ ABC ഈസ് കൺവേർട്ടഡ് ഇൻ ടു എനർജി, ഹീറ്റ് ആൻഡ് സെല്ലുലാർ ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹിയർ ഫുഡ് മെറ്റീരിയൽസ് ഈസ് ഡിവൈഡ് ഇൻ ടു ബ്രേക്ക് ഡൗൺ ടു ഫോം 3 കോമ്പോണൻറ്റ്സ്. ഫുഡ് ഈസ് ബ്രേക്ക് ഡൗൺ to produce energy, heat and cellular building blocks. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാവേ? ഇറ്റ്സ് എ ബ്രേക്ക് ഡൗൺ പ്രോസസ്.
ഏതാണ്? കാറ്റബോളിസം. സോ മെറ്റബോളിസം ഈസ് ഡിവൈഡ് ഇൻടു ടു പാത്വേ, കാറ്റബോളിക് പാത്വേ ആൻഡ് അനബോളിക് പാത്വേ. കാറ്റബോളിക് പാത്വേ ഈസ് ദ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ്. കാരണം ഒരു കോംപ്ലക്സ് മെറ്റീരിയൽ എന്തായിട്ട് മാറി? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ഫോംസ് ആയിട്ട് മാറി. ഇനി ആനബോളിക് നോക്കിയേ. എന്താ ആനബോളിക്? സെല്ലുലാർ ബിൽഡിംഗ് ബ്ലോക്സ് പ്ലസ് എനർജി രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറി? DEF മാക്രോ മോളിക്യൂൾസ് ആയിട്ട് മാറി. സോ ഇറ്റ് ഈസ് ദ കൺസ്ട്രക്റ്റീവ് പ്രോസസ്, ബിൽഡിംഗ് അപ്പ് പ്രോസസ്. കാറ്റബോളിസം ഈസ് ദ ബ്രേക്ക് ഡൗൺ പ്രോസസ് ആൻഡ് ആനബോളിസം ഈസ് ദ building up process. അപ്പോൾ മെറ്റബോളിസം ഈസ് ഡിവൈഡ് ഇൻറ്റു ടു, anabolic pathway and catabolic pathway. Anabolic pathway is the constructive process or building up process and catabolic pathway is the breaking down process. അങ്ങനെ ഒരു പേര് കൂടി അതിൽ വരുന്നുണ്ട്, നോട്ട് എഴുതുമ്പോൾ കൃത്യമാവുന്നത്. അതാണ് നമ്മൾ മെറ്റബോളിസിൻ്റെ കേസിൽ പഠിച്ചത്. ഇനി നോക്കിയേ സെല്ലുലാർ ഓർഗനൈസേഷൻ. ലിവിങ് ഓർഗാനിസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇനി പറയുന്നത്, സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മൾ പണ്ട് ഒരുപാട് പഠിച്ചായിരിക്കും. ഓർഗാനിസംസ് ആർ മേഡപ്പ് ഓഫ് വൺ ഓർ മോർ സെൽസ്. സെൽ എന്ന ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ 8th 9th പഠിച്ചിട്ടുണ്ടാവും. ഓൾ ഓർഗാനിസംസ് ആർ മേഡപ്പ് ഓഫ് വൺ ഓർ മോർ സെൽ. ഇഫ് ദ ഓർഗാനിസം ഈസ് മേഡപ്പ് ഓഫ് എ സിംഗിൾ സെൽ ഇറ്റ് ഈസ് കോൾഡ് യൂണിസെല്ലുലാർ. ഇഫ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് മോർ ദാൻ വൺ സെൽ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി സെല്ലുലാർ. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും എന്ന് പഠിച്ചിട്ടുണ്ടാവും. All organisms are made up of one or more cells. Second point, it is the defining feature of living organism. മെറ്റബോളിസവും ഇപ്പോൾ നമ്മൾ പഠിച്ച സെല്ലുലാർ ഓർഗനൈസേഷൻ എന്താണ്? ലിവിങ് ഓർഗാനിസത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടി. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഗ്രോത്തും റീപ്രൊഡക്ഷനും അങ്ങനെ പെർഫെക്റ്റ്ലി ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിരുന്നില്ല. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റ് എന്താണ്? കോൺഷ്യസ്നെസ്. നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബോധം എന്ന് പറയാം, ഒരു അറിയാനുള്ള കഴിവ്. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു സെൻസ് ദർ എൻവിയോൺമെൻറ്റ് ആൻഡ് റെസ്പോൺസ് ടു എൻവിയോൺമെൻറ്റ് സ്റ്റിമുലൈ. ഇപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ ഇത് പറ്റൂ. ഡയഗ്രം നോക്കിയേ. ഫസ്റ്റ് ഡയഗ്രം എന്താണ്? ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ടുവാർഡ്സ് ലൈറ്റ്, ഫോട്ടോട്രോപ്പിക് മൂവ്മെൻ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ ഡയഗ്രം എന്താണ്? ഒരു വീനസ് ഫ്ലൈ ട്രാപ്പ്, നെപ്പന്തസ് എന്നൊക്കെ പ്ലാന്റ് പഠിക്കണം അല്ലെ? വീനസ് ഫ്ലൈ ട്രാപ്പിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഇൻസെക്റ്റ് പോയിട്ട് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ക്ലോസ് ചെയ്യും, അതിൻ്റെ ഫ്ലാപ്സ് ക്ലോസ് ചെയ്യും. ഇവിടെ നമുക്കറിയാം എന്താണ്? തൊട്ടാവാടി, ടച്ച് മീ നോട്ട് പ്ലാന്റ് തൊടുമ്പോൾ നാസ്റ്റിക് മൂവ്മെൻ്റ് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ, ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവണം. ഇത് മിറർ നോക്കിയാണ്. മങ്കീസ് മിറർ നോക്കാറുണ്ട് അല്ലേ? കാരണം എന്താണ്? അവയെ കാണുന്നുണ്ട്. അപ്പോൾ സറൗണ്ടിങ്സിനെ സെൻസ് ചെയ്യാനുള്ള കഴിവാണ് എന്ത് വിളിക്കുന്നത് നമ്മൾ? കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു സെൻസ് ദർ എൻവിയോൺമെൻറ്റ് ആൻഡ് റെസ്പോൺസ് ടു എൻവിയോൺമെൻറ്റൽ സ്റ്റിമുലൈ ലൈക്ക് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, അത് ഓർഗാനിസം, കെമിക്കൽ, പൊല്യൂട്ടൻസ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ സെൻസ് ഓർഗൻസ് ഉള്ളത്. നിങ്ങൾ 10th സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10th 2nd ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. വിൻഡോസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഐ, ഇയർ, നോസ്, ടങ്, സ്കിൻ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സെൻസ് ഓർഗൻസ്. അപ്പോൾ സറൗണ്ടിങ്ങുമായിട്ട് ഇപ്പോൾ നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട്, 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. പ്ലാന്റ്സിനും സെൻസ് ഓർഗൻ ഉണ്ട്. അതിൻ്റെ കേസിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത് 2 തരം മൂവ്മെൻറ്റ്സ്, ട്രോപ്പിക് മൂവ്മെൻറ്റ്സും നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. അങ്ങനെ എനിക്ക് പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അതാണ് എന്ത്? കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദർ സറൗണ്ടിങ്. എല്ലാ ലിവിങ് ഓർഗാനിസം എന്ത് ചെയ്യും? അവയുടെ സറൗണ്ടിങ്ങിനെ പറ്റിയിട്ട് ഒരു അവെയർനെസ് ആണ്. സോ ഇറ്റ് ഈസ് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി. ഇപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ നോക്കുക, ആ രീതിയിൽ ഓർഗാനിസംസ് അവയുടെ സറൗണ്ടിങ്സിനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കും. അതാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഹ്യൂമൺ ഈസ് ദ ഓൺലി ഓർഗാനിസം ഹാവിങ് സെൽഫ് കോൺഷ്യസ്നെസ്. മറ്റ് ജീവികളൊക്കെ റിയാക്ട് ചെയ്യുന്നെങ്കിലും കുറച്ചും കൂടി സ്വബോധം എന്ന് പറയുന്ന സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസം ഇത് മാത്രമാണ്, ഹ്യൂമൻ ബീയിങ് മാത്രമാണ്. നമുക്ക് തിരിച്ചറിവുണ്ട്.
മറ്റുള്ള ജീവികൾക്കൊക്കെ അറിവുണ്ട്, നമുക്കാണ് തിരിച്ചറിവുള്ളത്. ഓക്കെ, നമുക്കാണ് തിരിച്ചറിവുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, സെല്ലുലാർ ഓർഗനൈസേഷൻ ആൻഡ് കോൺഷ്യസ്നസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് ലൈഫ് എന്ന് പറഞ്ഞു, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ലിവിങ് ഓർഗാനിസം. ഈ ക്ലാസ് കൃത്യമായിട്ടൊന്ന് കേൾക്കുക, ഓരോ കാര്യങ്ങളും നോക്കുക, സ്റ്റോപ്പ് ചെയ്തിട്ട് എവിടെയൊക്കെ സംശയമുണ്ടോ എന്ത് ചെയ്യുക, ഒന്ന് റിവേഴ്സ് പോയിട്ട് വീണ്ടും വീണ്ടും കാണുക. നോട്ട് ഇതിൻ്റെ കൂടെ അയച്ചു തരുന്നുണ്ട്, അപ്പോൾ ആ നോട്ട് കൂടി കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കി ചെയ്യണം. ഓക്കെ, ക്ലിയർ ആവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സംശയം ചോദിക്കണം. അപ്പോൾ ക്ലാസ് കൃത്യമായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.